BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നടിയെ ആക്രമിച്ച കേസ് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന വീഡിയോ, രണ്ടാം പ്രതി മാർട്ടിനെതിരെ കേസെടുക്കുവാൻ പോലീസ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പരാതിയിൽ രണ്ടാം പ്രതി മാർട്ടിനെതിരെ കേസെടുക്കുവാൻ പോലീസ്. ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. തനിക്കെതിരെ മനഃപൂർവ്വം വീഡിയോ പ്രചരിപ്പിച്ചെന്ന അതിജീവിതയുടെ പരാതിയിലാണ് നടപടി. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നടി സൈബർ ആക്രമണം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇന്നലെയാണ് പരാതി കൈമാറിയത്. അതിജീവിതയെ അധിക്ഷേപിച്ചവരുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകൾ പോലീസ് പരിശോധിക്കുകയാണ്. മാർട്ടിനെ നിലവിൽ കോടതി 20 വർഷത്തേക്ക് തടവിൽ ശിക്ഷിച്ചിരിക്കുകയാണ്. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഇയാൾ കോടതിയിൽ കൊടുക്കാനിരിക്കുകയാണ്. പ്രതിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് അതിജീവിത ഇന്നലെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് എന്നാണ് വിവരം. ദിലീപും പൾസർ സുനിയും ഒരുമിച്ചുള്ള ചിത്രം ഫോട്ടോഷോപ്പ്. ദിലീപിനും അമ്മയും പെൺമക്കളുമുണ്ട്. രാഹുൽ ഈശ്വർ തന്നെ 16 ദിവസം ജയിലിലാക്കിയത് അനീതിയെന്ന് രാഹുൽ ഈശ്വർ. ദിലീപിനെ എത്ര നാൾ വേട്ടയാടി? ദിലീപിനും അമ്മയും പെൺമക്കളുമുണ്ട്. ദിലീപും പൾസർ സുനിയും ഒരുമിച്ചുള്ള ചിത്രം ഫോട്ടോഷോപ്പ്. ആ ഫോട്ടോ കോടതിയിൽ എത്തിയില്ല. പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ? 8 വർഷം ദിലീപിനെ വേട്ടയാടിയെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. വനിതാ ജഡ്ജിയെ അധിക്ഷേപിച്ചവർക്കെതിരെ പോലും നടപടിയില്ല. താൻ ജയിലിൽ കിടന്നപ്പോൾ പരിചയപ്പെട്ട 4 പേർക്ക് വേണ്ടി കേസ് നടത്തും. അവർ 4 പേരും നിരപരാധികളാണ്. പോക്സോ കേസിൽ ശിക്ഷ അനുഭവിക്കുന്നവരാണവർ. എല്ലാം കള്ളപ്പരാതി. കോടതികളിൽ പോലീസ് കള്ളമെഴുതി നൽകുന്നു. തനിക്ക് നോട്ടീസ് നൽകിയെന്ന് കോടതിയിൽ പറഞ്ഞു. ഇങ്ങനെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ എന്തു ചെയ്യും? താൻ പറഞ്ഞത് പോലീസ് വളച്ചൊടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇതിനെ താൻ അതിജീവിതയെ അധിക്ഷേപിക്കുമെന്ന് പോലീസ് വളച്ചൊടിച്ചുവെന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു. പരാതിക്കാരന് 30 ലക്ഷം രൂപ നൽകണം. മേജർ രവിക്ക് തിരിച്ചടി. കർമ്മയോധ സിനിമയുടെ തിരക്കഥ മേജർ രവിയുടേത് അല്ല. കർമ്മയോധ സിനിമയുടെ തിരക്കഥ മേജർ രവിയുടേതല്ലെന്ന് കോടതിയുടെ കണ്ടെത്തൽ. കർമ്മയോധയുടെ തിരക്കഥ പുതുപ്പള്ളി സ്വദേശിയും തിരക്കഥാകൃത്തുമായ റെജി മാത്യുവിന്റേതെന്ന് കോട്ടയം കൊമേഴ്സ്യൽ കോടതിയുടെ വിധി. പരാതിക്കാരന് 30 ലക്ഷം രൂപയും സിനിമയുടെ പകർപ്പവകാശവും നൽകണമെന്ന് കോടതി വിധിച്ചു. 12 വർഷം നീണ്ട കോടതി നടപടികൾക്ക് ശേഷമാണ് വിധി. കർമ്മയോധയുടെ തിരക്കഥ തന്റെ പക്കൽ നിന്ന് മേജർ രവി വാങ്ങിക്കൊണ്ടുപോയതാണെന്നും അതിന്റെ ക്രെഡിറ്റ് തനിക്ക് തന്നിട്ടില്ല എന്നുമായിരുന്നു റെജി മാത്യുവിന്റെ പരാതി. വംശം, 1000 മേനി തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയയാളാണ് റെജി മാത്യു. അതേസമയം തിരക്കഥ അടിച്ചുമാറ്റിയതാണെന്ന റെജി മാത്യുവിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന നിലപാടിലാണ് സംവിധായകൻ പ്രതികരിച്ചത്. ഇത് മാത്രമല്ല, ഈ തിരക്കഥ മോഷ്ടിച്ചത് റെജിയാണെന്ന് മേജർ രവി ആരോപിക്കുന്നു. റെജി തന്റെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് തിരക്കഥ മോഷണം പോയിരുന്നുവെന്നും പിന്നീട് അതിൽ ചില തിരുത്തലുകൾ വരുത്തി സ്വന്തം തിരക്കഥയെന്ന പോലെ അവതരിപ്പിക്കുകയാണെന്നും മേജർ ആരോപിച്ചു. സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ടു പോകും. സാങ്കേതിക സർവകലാശാല വിസിയായി ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു. സാങ്കേതിക സർവകലാശാല വിസിയായി ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു. അക്കാദമിക് കാര്യങ്ങളാണ് ലക്ഷ്യമെന്നും രാഷ്ട്രീയം പറയുന്നില്ലെന്നും ചുമതലയേറ്റ ശേഷം പ്രതികരിക്കവെ സിസ തോമസ് പറഞ്ഞു. എല്ലാവരുമായി ചർച്ച നടത്തിയേ മുന്നോട്ടു പോകും. മുകളിൽ നിന്നും തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ കഴിയില്ല. ചുമതലയേൽക്കുന്നതിൽ സന്തോഷമുണ്ട്. പഴയത് ഓർക്കേണ്ടതില്ല. ഇപ്പോഴത്തെ സ്വീകരണത്തിൽ സന്തോഷമുണ്ട്. സർക്കാരുമായി സഹകരിച്ച് തന്നെ മുന്നോട്ടു പോകും. ഒരു ഭരണസ്തംഭനവും ഉണ്ടായിട്ടില്ല. മുന്നോട്ട് നോക്കിയാൽ പോരെ. ഗവർണറുടെ പിന്തുണയ്ക്ക് നന്ദിയുണ്ട്, സിസ തോമസ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വടിവാളുമായ അക്രമം. പാനൂരിൽ 5 CPIM പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. മൈസൂരിൽ നിന്നും പിടികൂടി. പാനൂരിനടുത്ത് പാറാട് വടിവാളുമായി അക്രമം നടത്തിയ സംഭവത്തിൽ 5 പേർ കൂടി അറസ്റ്റിൽ. CPIM പ്രവർത്തകരായ 5 പേരെ മൈസൂരിൽ നിന്നാണ് പിടികൂടിയത്. ശരത്, ശ്രീജി, അശ്വന്ത്, ശ്രേയസ്, അതുൽ എന്നിവരാണ് പിടിയിലായത്. മുസ്ലിം ലീഗ് പ്രവർത്തകരായ 3 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇതോടെ അക്രമ സംഭവങ്ങളിൽ ഇരു പാർട്ടികളിലും പെട്ട 11 പേർ പിടിയിലായി. മേഖലയിൽ പോലീസ് നിരീക്ഷണം ശക്തമായി തുടരുകയാണ്. കൂത്തുപറമ്പ് ACP MP ആസാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സംഭവത്തിൽ 50ഓളം CPIM പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് വാഹനം തകർത്തതടക്കം കുറ്റം ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പാനൂർ മേഖലയിൽ പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ നടന്നിരുന്നു. വടിവാളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചായിരുന്നു അക്രമം. ശനിയാഴ്ച വൈകിട്ട് പാനൂരിൽ UDFന്റെ ആഹ്ലാദ പ്രകടനത്തിന് നേരെയാണ് വടിവാളുമായി CPIM പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. ലീഗ് പ്രവർത്തകരുടെ വീടുകളിൽ കയറിയ അക്രമികൾ ചിലർക്ക് നേരെ വാള് വീശി. പാറാട് ടൌണിലുണ്ടായ കല്ലേറിൽ നിരവധി UDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.
ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണ രേഖകൾ ആവശ്യപ്പെട്ട ഇഡി ഹർജിയിൽ വിധി മറ്റന്നാൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ രേഖകൾ ആവശ്യപ്പെട്ട ഇഡി ഹർജിയിൽ വിധി മറ്റന്നാൾ. സമാന്തര അന്വേഷണം ഇഡി നടത്തുന്നത് ശരിയല്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കള്ളപ്പണ ഇടപാട് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഇഡി അന്വേഷണം എങ്ങനെ എസ്ഐടിയെ ബാധിക്കുമെന്ന് ഇഡി ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എഫ്ഐആറും അന്വേഷണ രേഖകളും ആവശ്യപ്പെട്ടാണ് ഇഡി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. എന്നാൽ കേസിന്റെ എല്ലാ രേഖകളും നൽകുവാൻ കഴിയില്ലെന്ന് എസ്ഐടി കോടതിയിൽ നിലപാടെടുത്തു. എഫ്ഐആർ നൽകുന്നതിൽ എതിർപ്പില്ലെന്നും കേസിന്റെ എല്ലാ രേഖകൾ നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ രേഖകൾ കൈമാറുന്നത് കേസിലെ ഉന്നതർക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കുമെന്നും ഉന്നതർ കേസിൽ പ്രതികളാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ഇഡി ഹർജിയിൽ വാദം പൂർത്തിയായതോടെ മറ്റന്നാൾ കൊല്ലം വിജിലൻസ് കോടതി ഹർജിയിൽ വിധി പറയും. ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കണം, ഇന്ത്യയ്ക്ക് പരമ്പര തൂത്തുവാരണം, 4ാം T20 പൊടിപ്പാറും. ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള 2020 പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ലക്നൌവിൽ വൈകുന്നേരം 7-ന് നടക്കും. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-ഉം ദക്ഷിണാഫ്രിക്ക 1 മത്സരവും വിജയിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിലാണ് പരമ്പരയിലെ അവസാന മത്സരം. എന്നാൽ ഈ മത്സരം വരെ കാത്തുനിൽക്കാതെ പരമ്പര സ്വന്തമാക്കണമെന്ന മോഹവുമായി ഇന്ത്യയും പരമ്പര സമനിലയാക്കി അവസാന മത്സരം വരെ പൊരുതണമെന്ന നിശ്ചയദാർഢ്യത്തോടെ ദക്ഷിണാഫ്രിക്കയും ഫീൽഡിലെത്തുമ്പോൾ മത്സരം തീപാറുന്നതാകുമെന്നത് തീർച്ച. സൂര്യകുമാർ യാദവും സംഘവും ധർമ്മശാലയിലേതുപോലെ മികച്ച പ്രകടനം പുറത്തെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ലക്നൌവിൽ എത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും പറയത്തക്ക സംഭാവനകളൊന്നും തന്നെ ഇരുവരിൽ നിന്നും ഉണ്ടായിട്ടില്ല. ജസ്പ്രീത് ബുംറയ്ക്ക് പകരക്കാരനായി ഹർഷിത് റാണയും പരിക്കേറ്റ് പുറത്തായ അക്സർ പട്ടേലിന് പകരം കുൽദീപ് യാദവും ഇന്നിറങ്ങും എന്നാണ് വിവരങ്ങൾ. മലയാളി താരം സഞ്ജു സാംസൺ 4ാം മത്സരത്തിലും പുറത്തിരിക്കുവാനാണ് സാധ്യത. പകരം വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മയായിരിക്കും എത്തുക. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.